ചോറിന് ബീഫോ ചിക്കനോ മീനോ ഒന്നും ഇല്ലാത്ത സമയത്ത് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കിടലായിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 8-10 ചെറിയുള്ളിയും 4 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് പുളിയും 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചതും 1/4 ടീസ്പൂൺ ഗരം മസാലയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് കൊണ്ടുവരാം. വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ച് ചൂടായ ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 2 മുട്ട ചേർത്ത് കൊടുക്കുക. 2 മുട്ട വെച്ചിട്ടാണ് ഞാൻ അത് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇനി അതിലേക്ക് മുട്ട ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം. അപ്പോൾ വലിയ പീസായിട്ട് വേണ്ടത് ചെയ്തെടുക്കാം, ചെറിയ ചെറിയ പീസായിട്ട് ചെയ്തെടുക്കരുത്. ഇതുപോലെ വലിയ പീസായിട്ട് മുട്ട ചിക്കി പരത്തി കൊടുക്കാം. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 നുള്ളു ഉപ്പ് കൂടെ ചേർത്തിട്ട് വീണ്ടും മിക്സ് ചെയ്തെടുത്തിട്ട് ഇതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കുക കേട്ടോ. ഇനി സെയിം പാനിൽ തന്നെ വീണ്ടും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. 1/4 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിയതിന് ശേഷം 2 വറ്റൽമുളകും 2 തണ്ട് കറിവേപ്പിലയും ഒന്ന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചതച്ചെടുത്തിട്ടുള്ള ആ ഒരു മിക്സ് ഉണ്ടല്ലോ, ഉള്ളിയുടെയൊക്കെ ആ ഒരു മിക്സ് അതിലേക്ക് ചേർത്തിട്ട് അതിൻ്റെ ഒരു പച്ചച്ചുവ മാറുന്ന വരെ ഈ എണ്ണയിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ആ ചെറിയുള്ളിയുടെയൊക്കെ പച്ചച്ചുവ മാറുന്ന വരെ വഴറ്റിയെടുക്കണം. അതിനുശേഷം നമുക്കതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആ വെള്ളം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മുട്ട കൂടെ ചേർത്തിട്ട് വെള്ളം വറ്റിച്ചെടുക്കേണ്ടത്. അതിൽ നന്നായിട്ട് വരട്ടിയെടുത്ത് വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം നമുക്ക് എടുക്കാം. ചോറിൻ്റെ കൂടെ ഒരു കറിയുടെ ആവശ്യമില്ല കേട്ടോ. നല്ല എരിവും പുളിയുള്ള ഒരു അടിപൊളി ഐറ്റം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.